അപ്പൊ നമ്മുടെ ചാനലിലെ അടുത്തൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ തമ്പനിയിൽ കണ്ട പോലെ തന്നെ വളരെ എന്താ പറയാ, എനിക്ക് ആലോചിക്കുമ്പോൾ തന്നെ ചിരി വരികയാണ്. അത്രയും രസകരമായൊരു സംഭവമാണ് കേട്ടോ. എനിക്കൊരു കല്യാണ ആലോചനയുമായിട്ട് ഒരാൾ നിരന്തരമായിട്ട് കോൾ ചെയ്യാണ്. വളരെ ശല്യം ചെയ്തിട്ടോ, വളരെ ശല്യം ചെയ്തു. ഞാനും ഇക്കയും പാടെ ഇക്കാടെ വണ്ടി ഓയിൽ സർവീസ് എന്തോ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞിട്ട്, അപ്പൊ ഇക്കാനെ ഒറ്റയ്ക്ക് വിടണ്ടെന്ന് പറഞ്ഞ് ഞാനും കുട്ടികളും പോയിട്ടുണ്ടായിരുന്നു കൂടെ. അങ്ങനെ പോയ സമയത്താണ് കോള് വരുന്നത്. എന്റെ നമ്പർ എങ്ങനെ കിട്ടി എന്ന് എനിക്കറിയില്ല. എന്റെ നമ്പറിലേക്ക്, കാരണം ഞാൻ കഴിയുന്നതും എവിടെയാണെങ്കിലും, ഇൻസ്റ്റയിലാണെങ്കിലും എന്താ പറയാ, യൂട്യൂബിലാണെങ്കിലും നമ്പറൊക്കെ പൊതുവെ കൊടുക്കല്, ഇനിയിപ്പോ കമന്റിലൂടെ ആണെങ്കിലും ഡിസ്ക്രിപ്ഷനിലാണെങ്കിലും നമ്പർ കൊടുത്തിരിക്കുന്നത് ഇക്കാടെ ഫോൺ നമ്പറാണ് കേട്ടോ ഞാൻ കൊടുത്തിരിക്കുന്നത്. കാരണം അറിയാം, ഞാൻ അതായത് വളരെ പ്രയാസത്തിലിരിക്കുമ്പോ ഇതുപോലെ എനിക്കൊരു ശല്യം ഉണ്ടായിരുന്നു. എന്താ പറയാ, ഇക്കാക്ക് പറ്റ വയ്യാതെ നമ്മള് അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി ഇവിടെ വന്ന് ഈ വീട്ടിലോട്ട് വന്ന് ഒറ്റയ്ക്ക് ഇവിടുത്തെ കാര്യങ്ങൾ, ഇക്കാടെ വയ്യാക കാര്യങ്ങള്, മരുന്ന്, അങ്ങനെ ഒരുപാട് മെന്റലി ഫിസിക്കലി ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുമ്പോൾ ഇതുപോലൊരു ശല്യം ഉണ്ടായിരുന്നു. അത് ഇൻസ്റ്റഗ്രാമിൽ നിന്നായിരുന്നു. അപ്പൊ ഞാൻ ഇൻസ്റ്റഗ്രാമിലായിരുന്നു വീഡിയോസ് ചെയ്യല്. അത് ഗൾഫിൽ നിന്നായിരുന്നു കേട്ടോ. നമുക്ക് ഒരാള് വളരെ ശല്യമായിരുന്നു കേട്ടോ, വളരെ ശല്യമായിരുന്നു. എന്താ വെച്ചാ നൈറ്റില് 1 മണി 1:30 അതുപോലെ 12 മണി ഒക്കെയാണ് ഞാൻ വേർക്കുന്നുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാ നല്ല ചൂടാട്ടോ, സഹിക്കാൻ വയ്യാത്ത ചൂടാണ്. അപ്പൊ അതാണ് വേർക്കണ്. പിന്നെ ഫാൻ ഇട്ട വീഡിയോ എടുക്കുമ്പോൾ നല്ല സൗണ്ട് ഭയങ്കര പ്രശ്നമായിരിക്കും. അപ്പൊ ഒരു ക്ലാരിറ്റി ഇല്ല, അതുകൊണ്ടാണ് ഫാൻ ഇടാത്തത്, അതുകൊണ്ടാണ് വേർക്കണ് കേട്ടോ. എന്താ പറഞ്ഞു, അങ്ങനെ ഞാൻ അത്രയും പ്രയാസം അനുഭവിച്ചിട്ടിരിക്കുമ്പോൾ എന്നെ ഒരാൾ ഇതുപോലെ ശല്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇൻസ്റ്റ വഴിയായിരുന്നു കേട്ടോ. അതും എങ്ങനെ നമ്പർ കിട്ടിയെന്ന് അറിയില്ല. ഇതുപോലെ വിളിച്ചിട്ട് ഏതാണ് ഇക്കാടെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പൊ നമ്മള് നോർമലായിട്ട് നമ്മൾ പറഞ്ഞു. അപ്പൊ അതിനുശേഷം അയാള് വെറും കരച്ചിലായിരുന്നു. അതായത് മാസങ്ങൾക്ക് ഏകദേശം ഒക്ടോബർ മാസത്തിലായിരുന്നു കേട്ടോ അത്. അപ്പൊ എനിക്ക് യൂട്യൂബ് ചാനല് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, ഇൻസ്റ്റയിലായിരുന്നു അപ്ഡേഷൻ പോലെ നമ്മുടെ സിറ്റുവേഷനൊക്കെ വീഡിയോസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ വിളിച്ചിട്ട് അയാള് 1 മണി 12:30, കാരണം അപ്പൊ ആ ഇൻസ്റ്റ ഒരു വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യുന്നത് രാത്രിയിലായിരിക്കും. കാരണം എന്താ വെച്ചാൽ എനിക്ക് പകലൊന്നും ടൈമില്ല, ഇവിടെ വന്നിരിക്കുക, ആരുടെയും ഒരു ഹെൽപ്പ് ഇല്ല. എന്താ പറയാ, ഒറ്റയ്ക്ക് തന്നെ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇക്കാക്ക് ബാത്റൂമിൽ പോവാൻ, കുളിക്കാൻ, ഒന്ന് നടക്കാൻ, ഇക്കാക്ക് ഇരുന്നവിടെ നിന്ന് എണിക്കാൻ പോലും എന്റെ ഹെൽപ്പ് വേണമായിരുന്നു. അങ്ങനത്തെ സമയമായിരുന്നു. അപ്പൊ എനിക്ക് തീരെ ടൈമില്ലാതെ നൈറ്റിലാണ് ഞാൻ വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്യുന്നത്. ആ ടൈമിൽ പഠിച്ചവനെ എന്നെ ഭയങ്കര ഇടങ്ങേറാക്കിയിട്ടുണ്ട്. വിളിച്ച് ആള് ഫോൺ ചെയ്തിട്ട് എന്താ പറയാ, ഒരേ കരച്ചിലായിരിക്കും ആള്. എന്താ പറയാ, എനിക്ക് ചിരി വരുന്നുണ്ട്, ആലോചിക്കുമ്പോൾ തന്നെ ചിരി വരുന്നു. കരയും, അയ്യോ ഇങ്ങനെ വന്നില്ലേ, എന്ത് ചെയ്യും. അപ്പൊ അവസാനം ഞാൻ പറഞ്ഞു, എന്റെ ജീവിതം ഇങ്ങനെ ആയതില് എന്നെക്കാളും വിഷമാണ് നിങ്ങൾക്ക്. മതി നിങ്ങൾ കരഞ്ഞത്, ദയവ് ചെയ്ത് എന്നെ ശല്യം ചെയ്യരുത്, പടച്ച റബ്ബിനെ ഓർത്തിട്ട് ദയവ് ചെയ്ത് എന്നെ ശല്യം ചെയ്യരുത്. അത്രയും മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരുപാട് പ്രയാസത്തിലൂടെ കടന്നു പോണ ഒരു നിമിഷമാണ്. പടച്ചോ, എന്നിട്ട് അയാളോട് ഞാൻ പറഞ്ഞു, പടച്ചോ നിങ്ങൾക്ക് പുറത്ത് തരട്ടെ, എന്നെ അത്രയും നിങ്ങൾ ശല്യം ചെയ്യുന്നുണ്ട്, ദയവ് ശല്യം ചെയ്യരുത് പറഞ്ഞിട്ട് ആ നമ്പർ ബ്ലോക്ക് ചെയ്തു. അപ്പോ വേറെ നെറ്റ് നമ്പർ നിന്നാണ് കോൾ വരുന്നത്, വേറെ നമ്പർ നിന്നാണ് വരുന്നത്, ഗൾഫിൽ നിന്നാണ് കേട്ടോ. വേറെ നമ്പർ നിന്ന് വിളിക്കും, എന്നിട്ട് അതിലും ഇതേപോലെ കാര്യം. അങ്ങനെ ഞാൻ പിന്നെ നല്ല കണക്കിന് കൊടുത്തു, നല്ല കണക്കിന് പറഞ്ഞു. പിന്നെ ഈ വയ്യാതെ കിടക്കണ ഇക്കയും ഫോൺ വാങ്ങിച്ചിട്ട് ഇക്കയും കണക്കിന് പറഞ്ഞു. അങ്ങനെയാണ് ആ ശല്യം പോയത്. അപ്പൊ അതിനുശേഷം പിന്നെ അധികം നമ്മളങ്ങനെ ഇടങ്ങേറാക്കുക, ബുദ്ധിമുട്ടാക്കുക. പിന്നെ ഇൻസ്റ്റയില് മെസ്സേജ് ഒക്കെ ഇങ്ങനെ ഓരോരുത്തരൊക്കെ ഇടും. പിന്നെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യില്ല, മെസ്സേജ് അക്സെപ്റ്റ് ചെയ്യാതെ ചെയ്യുമ്പോൾ പിന്നെ അത് പ്രശ്നമല്ല. അതിനുശേഷം ആണ് കേട്ടോ ഇപ്പൊ അതായത് ഇങ്ങനെ ഒരു മെസ്സേജ്. അപ്പോ എനിക്ക് ആ ജില്ല പറയാൻ വരെ എനിക്ക് സങ്കടമാണ്. കാരണം ഇങ്ങനൊരു സാഹചര്യം എനിക്ക് ഉണ്ടായിട്ട് എന്നെ ഏറ്റവും കൂടുതൽ, അതായത് ഇക്കാടെ റേഡിയേഷൻ സമയത്താണെങ്കിലും എല്ലാം എനിക്ക് ഏറ്റവും കൂടുതൽ സഹായങ്ങൾ വന്നൊരു ജില്ലയാണ് മലപ്പുറം ജില്ല കേട്ടോ. അവിടെ അത്രയും സന്മനസ്സുകളുള്ള ഒരുപാട് കൂടപ്പറപ്പുകൾ എനിക്ക് അവിടെ ഉണ്ട്. അത്രയും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആ മലപ്പുറം ജില്ലയിൽ ഉള്ള ഒരുപാട് കൂടപ്പറപ്പുകൾ എന്നെ സഹായിച്ചിട്ടുണ്ട് ഇക്കാൻ്റെ റേഡിയേഷൻ സമയത്തൊക്കെ. അപ്പോൾ
അത്രയും എനിക്ക് ഇഷ്ടപ്പെട്ട ജില്ലയാണ് മലപ്പുറം. അപ്പൊ ആ ജില്ലയാണെന്നാണ് ആള് പറഞ്ഞത്. നമുക്ക് സത്യാണോ എന്താണെന്നൊന്നും നമുക്കറിയില്ല. ആള് കോള് വന്നു, നോർമലായിട്ട് കോള് വന്നപ്പോ ഞാൻ എടുത്തപ്പോ റഷീനയല്ലേ ചോദിച്ചു. ആ റഷീനയാണ്. അപ്പൊ എന്താണ്, ആർക്കാണ് വയ്യായി ചോദിച്ചു കേട്ടോ. ആർക്കാണ് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഹസ്ബൻഡിനാണ്. അപ്പൊ എന്താണ് ചോദിച്ചപ്പോ അങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വന്നപ്പോ ഇക്കുണ്ടോ അടുത്ത് ചോദിച്ചു. അപ്പോഴെനിക്ക് മനസ്സിലായി ഇത് എന്തോ പ്രശ്നത്തിനാണെന്ന് മനസ്സിലായി. ഇക്ക അടുത്തുണ്ടോ എന്ന് ചോദിച്ചപ്പോ അപ്പൊ ഞാൻ പറഞ്ഞു ഇക്കുണ്ട് പറഞ്ഞു. എന്നാ പിന്നെ ഇക്ക അറിയണ്ട കേട്ടോ, ഞാനൊരു കാര്യം പറയാ പറഞ്ഞു. അപ്പൊ ഞാൻ എന്തായാലും ഉറപ്പിച്ചു, എന്തോ ഇടങ്ങേറ് പിടിച്ച സംഭവമാണെന്ന് എന്തായാലും ഉറപ്പിച്ചിട്ടാ. അങ്ങനെ ഇക്ക അടുത്തുണ്ടെങ്കിൽ അറിയണ്ട കേട്ടോ പറഞ്ഞു. ശരി കുഴപ്പമില്ല, അറിയില്ല. ശരി, നിങ്ങൾ പറയൂ, കാര്യം എന്തെന്ന് പറയൂ ആദ്യം പറഞ്ഞു. എനിക്ക് സമയമില്ല നിങ്ങളുടെ അധികം നേരം സംസാരിക്കാൻ, നിങ്ങൾ ആദ്യം ഒന്ന് കാര്യം പറയൂ പറഞ്ഞു. അതെ, വേറൊന്നുമല്ല, നിന്നെ ഞാനേ നിക്കാഹ് കഴിക്കാട്ടോ. ചിരിക്കല്ലാതെ ഞാൻ എന്താ ചെയ്യേണ്ടത്? നിന്നെ ഞാന് നിക്കാഹ് കഴിച്ചോളാട്ടാ. നിന്റെ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. നീ ഒരു കാര്യം ചെയ്യ്, ഈ നമ്പർ തന്നെയല്ലേ വാട്സപ്പ്, ഞാൻ വാട്സപ്പിൽ ഹായ് അയക്കാം. ഞാൻ മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറം ജില്ലയിലെ ഇനിയിപ്പോ സത്യമൊന്നോണേ ഒന്നും നമുക്കറിയില്ല. മലപ്പുറം ജില്ലയിലെ ഹാരിസ് ചേട്ടനാണ് കേട്ടോ എനിക്ക് വിവാഹാലോചനയുമായിട്ട് വന്നിരിക്കുന്നത്. എന്താണ്, അപ്പോ ഹാരിസ് ആണ് എൻ്റെ പേര്. ഞാൻ മലപ്പുറം ആണ് സ്ഥലം. അപ്പൊ നിന്നെ ഞാൻ എന്തായാലും നിക്കാഹ് ചെയ്തോളാം, നീ ടെൻഷൻ ആവൊന്നും വേണ്ട, ഇക്കാനോട് പറയണ്ട കേട്ടോ, ഇത് ഇക്ക അറിയണ്ട കേട്ടോ ഇത് പറഞ്ഞു. അപ്പൊ അത് കേട്ടപ്പോ തന്നെ ഞാൻ അത്രയും, അതായത് വണ്ടി നേരാക്കാൻ പോയി അതിൻ്റെതായ ഒരുപാട് ഇതില് നിൽക്കായിരുന്നു. അപ്പോൾ ഇതും കൂടെ അത്ര നേരം ഞാൻ സോഫ്റ്റ് ആയിട്ട് തന്നെ നമ്മളോട്, അതായത് ഒരാൾ ഫോൺ ചെയ്തിട്ട് നമ്മളോട് മര്യാദയ്ക്ക് ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മൾ തിരിച്ചും മര്യാദപൂർവ്വം അങ്ങനെ സംസാരിച്ച് അത് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു കണക്കിന് കൊടുത്തു, നല്ല കണക്കിന് ഞാൻ കൊടുത്തു. എന്താണ് എൻ്റെ ചേട്ടാ, ഞാൻ ഈ വീഡിയോസ് കാര്യങ്ങളൊക്കെ കൊണ്ട് നടക്കണത് പുതിയൊരു കല്യാണം ആലോചിക്കാനോ അല്ലെങ്കിൽ ആരെങ്കിലും സെറ്റപ്പ് ആക്കാനോ അതിനൊന്നല്ല ഞാൻ ഈ വീഡിയോസായിട്ട് നടക്കുന്നത്. എനിക്ക് എൻ്റെതായ ലക്ഷ്യങ്ങളുണ്ട്. അതാണ് ഞാൻ ഈ വീഡിയോ കാര്യങ്ങൾ പറഞ്ഞ് നടക്കുന്നത്. അതായത് അപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ടൈപ്പല്ല ഞാൻ. ഇങ്ങനെ അല്ലാട്ടോ, ഈ രീതിയിലല്ല ഞാൻ പറഞ്ഞത്. ഞാൻ നല്ല കണക്കിന് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെയാണ് എൻ്റെ എല്ലാ ദേഷ്യവും എടുത്തിട്ടാണ് ഞാൻ സംസാരിച്ചത്. മോന് നല്ല കണക്കിന് കൊടുത്തു. അപ്പോൾ എന്നിട്ട് എനിക്ക് സമയം ഉണ്ടായിരുന്നില്ല, കണക്കിന് കൊടുത്ത് മര്യാദയ്ക്ക് വെച്ചിട്ട് പോടാ അവിടെ നിന്ന് പറഞ്ഞിട്ട് ഞാൻ ഫോൺ അങ്ങോട്ട് വെച്ചു. പക്ഷെ എന്നിട്ടും വിട്ടില്ല. പിന്നെയും വിളിച്ചോണ്ടേയിരിക്കും. ഞാൻ എടുത്തില്ല, കട്ട് ചെയ്തുകൊണ്ടേ ഇരുന്നു. വിളിച്ചോണ്ടേ ഇരിക്കുമായിരുന്നു കേട്ടോ. എന്നിട്ട് ഞാൻ 2 മറി കട്ട് ചെയ്തു. അതൊക്കെ കഴിഞ്ഞപ്പോൾ ഇക്ക വന്നോ? ഇക്ക അപ്പുറത്ത് കടയിൽ പോയിരിക്കായിരുന്നു കേട്ടോ. ഇക്ക വന്നിക്കണു. അല്ല, എൻ്റെ കല്യാണ ആലോചനയെ കുറിച്ച് പറയായിരുന്നു. ഇക്ക വന്നിട്ടുണ്ടാ. ഞാനിക്ക് ഇവിടെ കുറെ ചിരിച്ചില്ലേ. ഞങ്ങൾ രണ്ടാളും ഇവിടെ നല്ല തകർത്തിരുന്ന് ചിരിച്ചെന്തായാലും എൻ്റെ കല്യാണ ആലോചന ആലോചിച്ചിട്ട്. എന്താണ്, ഇക്ക ഇവിടെ വീട്ടിലിരുന്ന് ഒരേ ബോറടിച്ചിട്ട് അപ്പുറത്ത് കടയുണ്ട്, അവിടെ പോയി ഇരിക്കുകയായിരുന്നു. പിന്നെന്താ, അങ്ങനെ പറഞ്ഞ് അങ്ങനെ വിളിച്ച് പിന്നെ ഞാൻ 2-3 പ്രാവശ്യം കട്ട് ചെയ്ത് അവസാനം ഞാൻ ബ്ലോക്ക് ചെയ്യാൻ നിന്നപ്പോൾ ഇക്കാക്ക് ദേഷ്യം വന്ന്. അപ്പോൾ ഇക്ക പറഞ്ഞ് എന്താണ് കാട്ട് ഞാൻ സംസാരിച്ചോളാം എന്ന് പറഞ്ഞ് ഇക്ക ഫോൺ എടുത്തിട്ട് ഹലോ എന്ന് പറയല്ലാണ്ട് ഇങ്ങോട്ട് റീപ്ലൈ ഒന്നുമില്ല, ഒരു റീപ്ലൈ ഇല്ല. അങ്ങനെ ഹാരിസ് ചേട്ടൻ്റെ പൂതി അങ്ങോട്ട് മാറി. അങ്ങനെ ഹാരിസ് ചേട്ടൻ ആ വഴി പോയി. അപ്പോൾ ഈ വീഡിയോ പിന്നെ വിളിച്ചിട്ടില്ല. അപ്പോൾ ഈ വീഡിയോ ഹാരിസ് ചേട്ടന്റെ മുമ്പിൽ എത്തോ എന്താന്ന് എനിക്കറിയില്ല. എൻ്റെ യൂട്യൂബിലെ വീഡിയോസ് കണ്ടിട്ടാണോ അതോ ഇൻസ്റ്റ വീഡിയോസ് കണ്ടിട്ടാണോ എനിക്ക് ഇങ്ങനെ ഒരു കോള് വന്ന് എന്ന് എനിക്കറിയില്ല. ആ ഹാരിസ് ചേട്ടന്റെ മുമ്പിൽ ഈ വീഡിയോ എത്തുകയാണെങ്കിൽ അന്ന് പറയാത്തൊരു കാര്യം എനിക്ക് പറയാനുണ്ട്. വേറൊന്നുമില്ല, അതായത് ഒരു ഭർത്താവിന് അസുഖം വന്ന് വെയ്യാതെ വല്ല സഹായ വീഡിയോസ് ഒക്കെ കാണുകയാണെങ്കിൽ എന്താ പറയുക, അങ്ങനെ കാണുകയാണെങ്കിൽ അവരെ പറ്റുകയാണെങ്കിൽ സഹായിക്കുക, ഇല്ലെങ്കിൽ ഉപദ്രവിക്കാതിരിക്കുക. അത് നമ്മൾ ചെയ്യണം. നമുക്ക് പറ്റണം സഹായം കൊടുക്കുക, ഇല്ലെങ്കിൽ ഉപദ്രവിക്കാതിരിക്കുക. പിന്നെ ഒരു മുമ്പിൽ ഒരാളുടെ വിഷമം വന്നിരിക്കുമ്പോൾ ആ വിഷമം അത് നമ്മുടെ കുടുംബത്തിലെ ഒരാൾക്ക്, എൻ്റെ പെങ്ങൾക്ക്, അല്ലെങ്കിൽ നാളെ എൻ്റെ ഭാര്യയ്ക്ക്, അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിലെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾക്ക് അങ്ങനെ വരുന്നത്
വരുമ്പോ ഇങ്ങനെയുള്ള പെരുമാറ്റം അങ്ങോട്ട് പോകുമ്പോ ഉള്ള മാനസികാവസ്ഥ എന്തായിരിക്കും എന്ന് ഒന്ന് ചിന്തിച്ച് നോക്കുക. ഇനിയിപ്പോ വീഡിയോ കാണുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. സപ്പോസ് ഈ വീഡിയോ കാണുകയാണെങ്കിൽ എനിക്ക് അത്രേ പറയാനുള്ളൂ. പിന്നെ ഞാൻ മലപ്പുറം ജില്ലയിൽ നിന്നാണ് പറഞ്ഞത്, ഞാൻ ഒരിക്കലും പറയില്ല. കാരണം അവിടെ അത്രയും അത്രയും ഞങ്ങളെ ചേർത്ത് പിടിച്ച ഒരുപാട് സഹോദരങ്ങളുണ്ട്, അറിയോ. ഒരുപാട് നല്ല മനസ്സുകളുടെ ഉടമകളുണ്ട് മലപ്പുറം ജില്ലയിൽ. ആ ജില്ലയുടെ പേര് നീ പറഞ്ഞപ്പോ എനിക്ക് അതിനേക്കാളും ദേഷ്യം വന്നു അവിടെ നിന്നാണെന്ന് പറഞ്ഞപ്പോ. അപ്പൊ ഹാരിസ് ചേട്ടനോട് എനിക്ക് അത്രേ പറയാനുള്ളൂ. നമ്മള് അതായത് മുമ്പില് ഞങ്ങളുടെ അവിടെയൊക്കെ പറയും ആരാന്റെ അമ്മയ്ക്ക് പ്രാന്ത് പിടിച്ചാ കാണാൻ നല്ല ചേലാണെന്ന് പറയും. അതായത് ഞാൻ പറഞ്ഞ തന്നെ ആ സാഹചര്യങ്ങള് ആ വിഷമം ഒക്കെ സ്വന്തം കുടുംബത്തിൽ വരണം, അപ്പോഴേ അറിയുള്ളൂ ആ വേദന എന്താണെന്ന്. അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഞങ്ങള് 2-3 ദിവസമായിട്ട് ഈ കാര്യം നടന്നിട്ട്, അപ്പൊ ഞാൻ വീഡിയോ ചെയ്യണ്ടോ പറഞ്ഞിട്ട് ഇരുന്നു. അപ്പൊ ഇക്കയോട് പറഞ്ഞു എന്തായാലും നീ വീഡിയോ ചെയ്യ്, അങ്ങനെ കാണുകയാണെങ്കിലോ എന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് എന്റെ ഫാമിലിയോട് എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. പിന്നെ ഇതത്ര ഞാൻ സീരിയസ് ആക്കിയിട്ടൊന്നും എടുത്തിട്ടില്ല. കാരണം നമ്മളൊരു സോഷ്യൽ മീഡിയയിൽ നിൽക്കുമ്പോൾ ഇതൊക്കെ സഹജമാണ്, അതൊക്കെ എനിക്കറിയാം. അതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. എന്താണ് പക്ഷെ എനിക്ക് ഞാൻ പറഞ്ഞേ ഇപ്പോഴും ഞാൻ ചിരിച്ചു. എന്തായാലും ഹാരിസ് ചേട്ടൻ കാരണം ഞാൻ കുറച്ച് ചിരിച്ച്. കുറെ ആയിട്ട് ഞാൻ എന്താ പറയാ, ഞാൻ ചിരിക്കും, എന്നാലും ഇന്നിപ്പോ അധികം ചിരിക്കാൻ പറ്റി എനിക്ക്. കുറെ ഞങ്ങൾ രണ്ടാളും കൂടെ ഇരുന്ന് ചിരിച്ച്. അതല്ല, എന്റെ ഇക്ക അടുത്ത് നിൽക്കുമ്പോഴാണ് വിളിച്ചിട്ട് പറയുന്നത്, ഇക്ക അറിയണ്ടാട്ടോ ഒരു കാര്യം പറയാ, ഇക്ക അറിയണ്ടാട് അടുത്തന്നെ നിൽക്കുന്നുണ്ട്, ഇക്ക അറിയണ്ടാട്ടോ പറഞ്ഞിട്ട് ഒരു കാര്യം പറഞ്ഞു. അപ്പൊ എന്താ മനുഷ്യന്മാരെ ഇങ്ങനെ, ഞാൻ ചോദിക്കട്ടെ, ഒരു കുടുംബം അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് ഇങ്ങനെ ഒരു സാഹചര്യം വരുമ്പോ എന്താ പറയാ, ആ സാഹചര്യം മുതലാക്കാൻ നോക്കാതെ അവരെ എന്തെങ്കിലും ചെയ്തൊന്ന് ഹെൽപ്പ് ചെയ്യുക, അല്ലെങ്കിൽ കൈപിടിച്ച് കയറ്റാൻ നോക്കുക. ഇങ്ങനെയുള്ള ഓരോരുത്തരും ഉള്ളത് കൊണ്ടാണ് പലവരും എന്താ പറയാ ഓരോ പ്രയാസങ്ങളും പ്രതിസന്ധിയും വരുമ്പോ എന്തെങ്കിലും കടുങ്കൈ ചെയ്ത് പോവുക, അല്ലെങ്കിൽ ഒന്നിനും വയ്യാതെ പല വീട്ടുകാരുടെയും ഇവരെയും കുത്തുവാക്കുകൾ കേട്ടിട്ട് ഒരു മുക്കിലിരിക്കുക. ഇങ്ങനെയുള്ള ചിലവന്മാര് കാരണമാണ് അങ്ങനെ പലതും സംഭവിക്കുന്നത്. പലവരും പേടിക്കുന്നത് ഇറങ്ങിത്തിരിക്കാന്, അങ്ങനെയുള്ള ഒരുതരം ശല്യങ്ങൾ കൊണ്ട് കേട്ടോ. അപ്പോൾ ദയവേത് എന്താ പറയാ ചിന്തിക്കുക, നമ്മുടെ കുടുംബത്തിലാണ് ഇങ്ങനൊരു സാഹചര്യം എന്ന് ചിന്തിക്കുക. അത്രയ്ക്കുള്ളൂ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായപ്പോൾ എൻ്റെ ഫാമിലിയായിട്ട് എനിക്ക് ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. പിന്നെന്താ വേറെന്താ, എല്ലാവരും സുഖമായിരിക്കണോ? ഞങ്ങൾ സുഖമായിരിക്കണോ? ഇൻഷാല്ലാ നാളെ ഞങ്ങളൊരു യാത്ര പോവുകയാണ്. നാളെ വീഡിയോയിൽ ചെയ്യുന്നതാണ്, എങ്ങോട്ടാണ് എന്താണെന്നൊക്കെ ഇൻഷാല്ലാ പറയുന്നതാണ്. ഞങ്ങൾ കുറേ ആയിട്ട് മനസ്സിൽ വിചാരിക്കുന്നതാണ്, സാധിച്ചത്. നാളെയാ പോകുന്നത്. ഇൻഷാല്ലാ ഞാൻ എന്തായാലും വീഡിയോ ചെയ്യുന്നതാണ്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ് ചെയ്യാ, ഷെയർ ചെയ്യ, പിന്നെ ലൈക്കും വേണ്ടേ? ലൈക്ക് വേണ്ടേ? പറയ്, ചോദിച്ചാലേ തരുള്ളേ. നമ്മുടെ വ്യൂസ് ഒക്കെ വളരെ കുറവാണ്, ചാനലില് വ്യൂസ് കുറവാണ്, ലൈക്ക് കുറവാണ്, എല്ലാം കുറവാണ്. അത് ഞങ്ങളെ കൈവിടരുത്, നമ്മളെ എന്താ പറയാ ചേർത്ത് പിടിക്കണം. എന്താ പറയാ, എനിക്കൊരു ലക്ഷ്യമുണ്ട്, അടുത്ത കാന്റെ MRI ആകുമ്പോഴേക്കും ചാനല് എന്തെങ്കിലും ആയി തീരണം, അങ്ങനെയൊക്കെ മനസ്സിലുണ്ട്. അപ്പൊ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം. വീഡിയോ മാക്സിമം ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക, വീഡിയോസിന് ഒരു ലൈക്ക് കൊടുക്കുക, പറ്റുന്ന പോലെ കമന്റ് ചെയ്യുക. അത്രയൊക്കെയുള്ളൂ. നമ്മുടെ ചാനൽ വേർത്തിട്ടോ ഭയങ്കര ചൂടാട്ടോ, നമ്മുടെ പാലക്കാടും പിന്നെ നമ്മുടെ ഈ ഷീറ്റിട്ട വീടും പെരും ചൂടാണ്. അപ്പൊ എന്താ അത്രയൊക്കെ ഉള്ളൂ. നമ്മുടെ ചാനലിൽ അടുത്തൊരു വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും അത് പറയും. ഞങ്ങളത് ആലോചിച്ച് ചിരിച്ചോണ്ടേ ഇരിക്കും. അപ്പൊ ശരി ട്ടോ, ബൈ.